നമസ്കാരം. 2 മണിക്കൂറിനുള്ളിൽ നമുക്ക് 5 വ്യത്യസ്ത തരം പായസം ചെയ്താലോ? ഈ 2 മണിക്കൂർ എന്ന് പറയുന്നത് എല്ലാ പ്രിപ്പറേഷനും കൂടി ചേർത്തിട്ടാണ്. നമുക്ക് കുക്കിംഗ് ടൈം ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിലേ വരുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്താ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ചെയ്യാനുള്ളത്, ആദ്യം തന്നെ 1/2 കപ്പ് ഫോക്സ്ടെയിൽ മില്ലറ്റ് 1 കപ്പ് വെള്ളം ചേർത്ത് വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഒപ്പം പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പാനും വെച്ചിട്ടുണ്ട്. പാനിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ 3 ടേബിൾ സ്പൂൺ അവലും 3 ടേബിൾ സ്പൂൺ കോൺഫ്ലെക്സും എടുത്തു വെച്ചിട്ടുണ്ട്. ഇതതിലേക്ക് തട്ടിക്കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആവുന്നവരെ ചെയ്താൽ മതി. അതെന്നിട്ട് മാറ്റാം. മാറ്റിയതിന് ശേഷം ടിഷ്യൂ പേപ്പർ വെച്ച് ആ സോസ് പാൻ ഒന്ന് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് അടുത്തത് വീണ്ടും നെയ്യ് ചേർത്തിട്ട് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് കുനാഫയുടെ ഡവാണ്. ഓൾറെഡി ഞാൻ നെയ്യിൽ വഴറ്റി വെച്ചിട്ടുള്ളതാണ്. എനിക്ക് അത്യാവശ്യം കുനാഫ ചെയ്യാൻ വേണ്ടിയിട്ട് വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്കതൊന്നുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെ കളറൊന്ന് മാറി കുറച്ചുകൂടി ഒന്ന് ക്രിസ്പി ആവുന്ന നമുക്ക് കാണാം. ഇനി ഇത് നമുക്ക് മാറ്റാം. ഇനി ഇതേ പാന് തന്നെ തുടച്ചെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ നമ്മൾ കാഷ്യൂനട്ട്, ബദാം, കപ്പലണ്ടിയാണ് ഇതിൽ മുന്തി നിൽക്കുന്നത്. കപ്പലണ്ടിയുടെ ടേസ്റ്റ് മുന്തി നിൽക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 10 ആൽമണ്ടും 10 കാഷ്യൂം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു 1/2 കപ്പ് അല്ലെങ്കിൽ ഒരു 1/4 കപ്പിൽ കുറച്ചുകൂടി കൂടുതൽ കപ്പലണ്ടി എടുക്കും. എന്നിട്ട് ഇത് നമ്മൾ പൊടിച്ചെടുക്കുന്നതാണ്. ചെറിയൊരു തരിയും കാണും, തരിതരപ്പോടു കൂടിയായിരിക്കും പൊടിച്ചെടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോൾ നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്ത് ഇതിനെ വഴറ്റി നമുക്ക് മാറ്റാം. ഇത് മാറ്റണ്ട, നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് പ്രിപ്പറേഷൻ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചോക്കോ ചിപ്സിലേക്ക് കുറച്ച് പാല് ചൂടായി വരുന്നതേ ഉള്ളൂ. ആ പാല് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് പാല് ചേർത്ത് നന്നായിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്യാം. ശരിക്കും ചോക്കോ ചിപ്സിന് പകരം ചോക്ലേറ്റ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ നമ്മുടെ കൊക്കോ പൗഡറും മിൽക്ക് മെയ്ഡും മിക്സ് ചെയ്ത് ചേർത്താലും മതി, നല്ല ടേസ്റ്റാണ്. ഇനി നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി കുറച്ച് അതൊന്ന് ആ ചോക്ലേറ്റ് ഒന്ന് ഇതുമായിട്ട് ബ്ലെൻഡായി വന്നതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ചവ്വരി വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. കുതിർത്ത് വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടും. ഇനി നമ്മുടെ പാലിവിടെ തിളച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പാലിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. 1 ലിറ്റർ പാലിൽ 3/4 ടിൻ മിൽക്ക് മെയ്ഡാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 5-6 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസത്തിനുള്ള സൊല്യൂഷൻ, ബേസ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ റെഡി ആയി കഴിഞ്ഞു. ഇതാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള ഐറ്റം. ഇത് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് എത്ര വെറൈറ്റി പായസം വേണമെങ്കിലും വെക്കാം. അപ്പോൾ സാധനങ്ങൾ കൂടുന്നതനുസരിച്ച് പാലിൻ്റെയും മിൽക്ക് മെയ്ഡിൻ്റെയും പഞ്ചസാരയുടെയൊക്കെ ക്വാണ്ടിറ്റി കൂട്ടുക, അത്രയേ ഉള്ളൂ. പാന് വീണ്ടും ക്ലീനാക്കി നമ്മളിതിലേക്ക് നെയ്യ് ചേർത്തിട്ട് ബീട്രൂട്ട് നല്ല മഷി പോലെ അരച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് ചൂടായപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. കാരണം നമ്മളിത് വേവിക്കാതെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് കുറച്ചൊന്ന് വേവുന്നത് നല്ലതാണ്. പിന്നെ ബീട്രൂട്ട് വേവിച്ച് ചെയ്യുന്നവർക്ക് ഈ സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് നമുക്ക് നല്ല മഷി പോലെ അരച്ചെടുത്ത് വെള്ളം ഒന്നും ചേർക്കാതെ അരച്ചെടുത്തിട്ട് നെയ്യിൽ വഴറ്റിയെടുത്താൽ മതിയാവും. നമ്മുടെ ബീട്രൂട്ട് ഇവിടെ ഇത്രയും നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാൽ, മിൽക്ക് മെയ്ഡ്, പഞ്ചസാര മിക്സ് കുറച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഒരുപാട് ലൂസായി പോകണ്ട, കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഈ പായസം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം തിക്നെസ് നിങ്ങൾക്ക് വേണോ അത്രത്തോളം നിങ്ങൾക്ക് പാൽ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ ബീട്രൂട്ട് പായസം റെഡിയായി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചവ്വരി വേവിച്ചത് ചേർത്ത് കൊടുക്കാനേ ഉള്ളൂ. ഇനി പാനിലേക്ക് നെയ്യ് ഒഴിച്ച് നമ്മുടെ ഫോക്സ്ടെയിൽ മില്ലറ്റാണ് ഇട്ട് കൊടുക്കേണ്ടത്. വേവിച്ച് വെച്ചിരുന്ന മില്ലറ്റ് ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് മിക്സ് ചെയ്തു. ഇതിലേക്ക് നമ്മൾ പാലിൻ്റെ മിക്സ് എടുത്ത് ഒഴിക്കുവാണ്. 2 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് തിളയ്ക്കുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി മധുരം നമുക്ക് ആവശ്യമാണ്, അതുകൊണ്ട് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ചവ്വരി കൂടെ ചേർത്ത് യോജിപ്പിച്ച് കഴിഞ്ഞ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫോക്സ്ടെയിൽ മില്ലറ്റ് പായസം റെഡിയായി. ഇനി ഇതിലേക്ക് നമ്മൾ നെയ്യിൽ വറുത്ത് കിസ്മിസ് ഇട്ട് കൊടുക്കുന്ന കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ. മില്ലറ്റ് പായസം മാറ്റിക്കഴിഞ്ഞാൽ പാനിലേക്ക് 2 സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ കുനാഫ ഡവ് ഇട്ട് കൊടുക്കുന്നു. ഇതൊരുപാട് വേവേണ്ട ഒരു കാര്യമില്ല, ജസ്റ്റ് ഒന്ന് സോക്കായാൽ തന്നെ ഇത് റെഡിയാവും. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഒരു 4 ഡ്രോപ്പ്
നമ്മുടെ പിസ്താഷ്യോയുടെ ഫ്ലേവറാണ്. അത് നമ്മൾ സാധാരണ സ്മൂത്തിയിലൊക്കെ ചേർക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന ആ ഫ്ലേവറാണ് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തതിന് ശേഷം പിസ്താഷ്യോ ഇതുപോലെ നുറുക്കിയിട്ടോ മിക്സിയിൽ അടിച്ചിട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ പിസ്താഷ്യോ കുനാഫ പായസം റെഡിയായി. പാനിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാല് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മുടെ കപ്പലണ്ടിയുടെ മിക്സ്, കപ്പലണ്ടീൻ്റെ നട്ട്സിൻ്റെയൊക്കെ മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോഴേക്കും വീണ്ടും 1 സ്പൂൺ പാലുകൂടി ചേർക്കുക. ഈ പാലിൻ്റെ അളവ് നമുക്ക് കൂട്ടിയും കുറച്ചും എടുക്കാം. നമുക്ക് എത്രത്തോളം ലൂസായിട്ട് വേണോ അത്രത്തോളം നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത്രയും ലൂസായിട്ടല്ല, കുറച്ച് കട്ടിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ പീനട്ട് ചോക്ലേറ്റ് പായസം റെഡിയായി. പീനട്ട് മാത്രമല്ല കേട്ടോ, ആൽമണ്ടും നട്ട്സും ഉണ്ട്. അപ്പോൾ നട്ട്സ് ചോക്ലേറ്റ് പായസം റെഡിയായി. പാൽ, മിൽക്ക് മെയ്ഡ്, പഞ്ചസാരയുടെ ഇത്രയും ബാക്കി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇതൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് അവൽ കോൺഫ്ലെക്സ് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി നമുക്ക് നെയ്യിൽ കുറച്ച് കപ്പലണ്ടി ആദ്യം വറുത്ത് കോരിയിട്ട് കുറച്ച് നട്ട്സും മുന്തിരിങ്ങയും കൂടി വറുത്തെടുക്കാം. ഒരു ബൗളിലേക്ക് ആവശ്യത്തിന് പാലെടുത്ത് നെയ്യിൽ വഴറ്റി വെച്ചിരിക്കുന്ന അവലും കോൺഫ്ലെക്സും കൂടി ഇട്ട് അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചവരയും കൂടി ഇട്ട് ഒന്ന് യോജിപ്പിച്ച ശേഷം ബാക്കിയുള്ള അവലും കോൺഫ്ലെക്സും കൂടി ഇട്ടിട്ട് റെഡിയാക്കിയാൽ നമ്മുടെ അവൽ കോൺഫ്ലെക്സ് പായസം റെഡിയായി. ഇനി ഇതിൽ നമുക്ക് ഏലക്കാപ്പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം. നമ്മുടെ കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യിൽ വഴറ്റി വെച്ചിരിക്കുന്നില്ലേ, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാ പായസമായി. നമ്മളിനി നമ്മുടെ കിസ്മിസ് ആവശ്യമുള്ളതിലൊക്കെ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ചോക്ലേറ്റ് പായസത്തിൽ നമ്മൾ നട്ട്സ്, പീനട്ട് മാത്രം, പീനട്ടും അതുപോലെ തന്നെ ബദാമിൻ്റെ 1-2 പീസസും മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ സൈഡിൽ ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് ചോക്ലേറ്റ് പായസമാണല്ലോ, ചോക്ലേറ്റ് ചിപ്സ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ഫോക്സ്ടെയിൽ മില്ലറ്റിൽ നമ്മുടെ അവൽ കോൺഫ്ലെക്സ് പായസത്തിലും ബീട്രൂട്ട് പായസത്തിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്ക കൂടെ പൊടിച്ച് ചേർക്കാം. ഇവിടെ ഏലക്ക ഇട്ട കുട്ടികൾക്ക് അത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ ഫോക്സ്ടെയിൽ മില്ലറ്റിൽ മാത്രം ഡെക്കറേഷന് വേണ്ടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഒരു 2 മണിക്കൂറിനുള്ളിൽ നമുക്ക് 5 തരത്തിലുള്ള പായസം ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ടായതുകൊണ്ടാണ് ഇത്ര ചെറിയ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഉണ്ടാക്കിയത്. ക്വാണ്ടിറ്റി കൂടുമ്പോൾ നമുക്കിതുപോലെ 3 ബർണർ ഗ്യാസൊക്കെ ആണെങ്കിലും ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ പ്രിപ്പറേഷനും നമ്മുടെ ഈ വാഷിംഗ് ടൈം, ഞാനിവിടെ ഒരു പാനാണ് പല തവണ നമ്മൾ വാഷ് ചെയ്ത് യൂസ് ചെയ്തത്. കാരണം മോനിപ്പോൾ കോളേജിൽ ആവശ്യത്തിന് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് പാത്രങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെ അത് ചെയ്യാമെന്നുള്ളത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു 5 വെറൈറ്റി പായസം വിത്തിൻ 2 hours ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പരീക്ഷിച്ച് നോക്കാനും മറന്നു പോകരുത്. ഈ ഓണം നമുക്ക് അടിച്ചു പൊളിക്കാം. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം.